കണ്ണൂർ പയ്യാമ്പലത്തെ കടൽ തീരത്ത് സായാഹ്നം ആസ്വദിക്കുന്നതിന് ഒരു പ്രത്യേക വൈബാണ്. നല്ല കല്ലുമക്കായ പൊരിച്ചെടുത്തത് കൂടെ ഒരു കട്ടനും കൂടി കിട്ടിയാൽ അത് മറ്റൊരു വൈബാകും. പയ്യാമ്പലത്ത് നിന്ന് അർച്ചന രവീന്ദ്രനും അർജുൻ കല്യാടും ആ വൈബ് ആസ്വദിക്കുന്നു. നമുക്ക് ഒന്ന് കണ്ടാസ്വദിക്കാം. അർച്ചന, നീ പയ്യാമ്പലത്തെ കല്ലുമക്കായ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചില്ലടാ, ഞാൻ കോഴിക്കോട് മാത്രമേ കഴിച്ചുള്ളൂ. കിട്ടില്ല കല്ലുമക്കായ, പയ്യാമ്പലത്തെ കല്ലുമക്കായ. ഇതിങ്ങനെ പൊരിഞ്ഞ് നല്ല മുരുമുരുവായിട്ട് നമുക്ക് സാധനം കിട്ടും. അല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആദ്യമായിട്ടല്ല കാരണം ഇങ്ങനെ ചൂടോടെ, അതായത് നല്ല പൊരിഞ്ഞ് കിടക്കുന്നത്. നീ അധികം കൈ അതിന്റെ ചോട്ടിലോട്ട് കൊണ്ടുപോകും. ശരിയാണ്. ശരിക്കും ഞങ്ങളുടെ കോഴിക്കോട് ഭാഗത്ത് ഈ ബീച്ചിന്റെ ഭാഗത്ത് ഈ മറ്റേ തോടില്ലേ, തോട് സഹിതമാണ് ഈ കല്ലുമക്കായ ഉണ്ടാവും. അവിടെ തോട് കാണുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കല്ലുമക്കായും ഒരു കട്ടനും ഓർഡർ ചെയ്യാം. നല്ലൊരു ഐഡിയ. ഒരു കല്ലുമക്കായോട്ടെ. കല്ലുമക്കായും ഒരു കട്ടനും, 2 കട്ടൻ. താങ്ക് യു. അവിടെ ഇരിക്കാം നമുക്ക്. ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് വേണം നിങ്ങളുടെ പയ്യാമ്പലം ബീച്ചത്തെ കല്ലുമക്കായ. ഒരു മൊത്തമായിട്ട് ഒരു പീസ് അങ്ങനെ തന്നെ എടുക്കും. നല്ല അരിമാവില്ല, അരി നല്ല എന്താ പറയുക, അരച്ച് അതിന് ശേഷം കല്ലുമക്കായ ഇതിൻ്റെ മുകളിൽ നല്ല മസാല ഇടയിൽ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഇത് എണ്ണയിലിട്ട് പൊരിക്കുക. ശരിക്കും ഇതിന്റെ മസാലയാണ് ഇതിന്റെ ഫേവറും തോന്നുന്നു അല്ലേ? ആ, മൊത്തമായിട്ട് എണ്ണയിലിട്ടിട്ട് അങ്ങനെ മുക്കിയിട്ടല്ല, കല്ലിൻ്റെ മുകളിലിട്ട് കുറച്ച് എണ്ണ ഉണ്ടാവും, എന്നിട്ട് അതിങ്ങനെ പൊരിഞ്ഞെടുക്കണം. അതാണ് എൻ്റെ ടേസ്റ്റ്. എന്നാലും പയ്യാമ്പലം ബീച്ച് വന്നത് വെറുതെ ആയില്ല. ശരിക്കും നമ്മളൊരു ബീച്ചിൽ വന്നാൽ ഇങ്ങനെയുള്ള ചെറിയ കടികൾ, അതുപോലെ ഒരു കട്ടൻ ചായ കുടിച്ച് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കാറ്റും നോക്കി സൂര്യാസ്തമയം നോക്കി ഇരിക്കാന്ന് പറയുന്നത് തന്നെ. വേറെ വെറൈറ്റി ഐറ്റംസും ഉണ്ട് കേട്ടോ. പയ്യാമ്പലത്ത് റേഞ്ചിൽ വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം കല്ലുമക്കായ. എന്തായാലും അടിപൊളിയാ. എടാ അർജുനെ, നമുക്കെന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാ? ഏത് ബുദ്ധി? ഈ കാറ്റും ഈ കട്ടനും കടലും കല്ലുമക്കായും. അടിപൊളി. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവാശിക്കും രഞ്ജിത്ത് മഞ്ഞപ്പാടിക്കുമൊപ്പം അർച്ചന രവീന്ദ്രൻ ആൻഡ് അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.